LDFിൽ അതൃപ്തി പുകയുകയാണ് എന്നൊരു സൂചനയുണ്ട്. കേരള കോൺഗ്രസ് എമ്മും CPMും തമ്മിലുള്ള ഒരു വിടവ്, അകലം വർദ്ധിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഈ മധ്യ കേരളത്തിലെ CPMിൻ്റെ പ്രാദേശിക ഘടകങ്ങൾ, ജില്ല തൊട്ട് താഴോട്ടുള്ള ഘടകങ്ങൾ ഒരു കാരണവശാലും കേരള കോൺഗ്രസിനെ പിണക്കരുത്, കേരള കോൺഗ്രസ് മുന്നണി വിടാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കരുത് എന്നും നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നു. എന്താണ് LDFിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കേരള കോൺഗ്രസ് എം മുന്നണി വിടാൻ സാധ്യതയുണ്ടോ? ചേട്ടൻ ചോദ്യത്തിൽ ഉന്നയിച്ച സംഭവമുണ്ടല്ലോ, കാരണം ഈ CPMും കേരള കോൺഗ്രസും തമ്മിലുള്ള അകലം വർദ്ധിക്കുന്നു എന്നാണ്. പക്ഷെ അത് അകലം മനഃപൂർവ്വം വർദ്ധിപ്പിക്കുന്നത് കേരള കോൺഗ്രസ് ആണ്. അവർക്ക് എങ്ങനെയെങ്കിലും UDFിലേക്ക് ചേക്കേറുക, അതിനുള്ള ഒരു കാരണം കണ്ടെത്താനായി, കാരണം ഉണ്ടാക്കാനായി അവർ തന്നെ കാത്തിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയാലല്ലേ അവരുടെ അണികളെയും അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഈ സീറ്റ് ചോദിച്ചു, ഞങ്ങൾക്ക് തന്നില്ല, അതോടൊപ്പം ഈ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അവഗണിച്ചു. അങ്ങനെ ഒരു ഇരവാദം ഉന്നയിച്ചാൽ മാത്രമേ ഒരു പാർട്ടിക്ക് മറുകണ്ഠം ചാടാൻ പറ്റൂ, അല്ലെങ്കിൽ ഒരു നേതാവിന് ചാടാൻ കഴിയുള്ളൂ. ഈ UDFുമായി ബന്ധപ്പെട്ട് അറിയാമല്ലോ, ഈ കോട്ടയം ജില്ലയുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളാണ് അവിടെ ഇരവാദം. കോട്ടയം, ഇടുക്കി 2 ജില്ലകളിലെയും തർക്കങ്ങളാണ്. അത് പിന്നെ KM മാണിക്കെതിരെ പാരവച്ചു, KM മാണിയെ ദ്രോഹിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജോസ് കെ മാണി മുന്നണി വിട്ട് LDFിലേക്ക് വന്നത് അതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ്. അതിന്റെ ഉദ്ദേശം ഇത്രയുമേ ഉള്ളൂ, ജനങ്ങളെ വിശ്വസിപ്പിക്കുക, അതെ, ഇരവാദം ഉന്നയിക്കുക. ഇരവാദം ഞങ്ങളെ അപമാനിച്ചിറക്കി വിട്ടു. അങ്ങനെയാണല്ലോ കേരള കോൺഗ്രസ് രൂപീകരിക്കുന്നത് തന്നെ ഇരവാദം ഉന്നയിച്ചാണല്ലോ, അല്ലെ? മുൻപ് ഒരു നേതാവിനെ അവഗണിച്ച് ഇറക്കി വിട്ടു എന്നൊരു ധാരണ ഈ ക്രൈസ്തവർക്കിടയിൽ ഉണ്ടായ പശ്ചാത്തലത്തിലാണ്, കേരള കോൺഗ്രസിലെ നേതാക്കൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് കേരള കോൺഗ്രസ് തന്നെ രൂപീകരിക്കുന്നത്. ആ തരത്തിലുള്ള ഒരു നീക്കം തന്നെയാണ് ഇപ്പോഴും കേരള കോൺഗ്രസ് മാണി വിഭാഗം നടത്തുന്നത്. പക്ഷെ അത് LDF തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് LDFിന്റെ സംസ്ഥാന നേതൃത്വം പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ പിണക്കരുത്, അവർക്ക് അർഹമായ പരിഗണന നൽകുക, സീറ്റ് തർക്കങ്ങൾ ഉണ്ടാകരുത്, എല്ലാ പ്രാദേശിക നേതാക്കളും അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പുലർത്തണമെന്ന ഒരു കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇതിലൂടെ തന്നെ മനസ്സിലാകുന്ന കാര്യമാണ്, അവർ കൃത്യമായി UDFുമായി ചർച്ച നടത്തി വരികയാണ്. പക്ഷേ ചില സീറ്റുകൾ സംബന്ധിച്ച തർക്കങ്ങൾ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ആ ചർച്ചകൾ വഴിമുട്ടിയിരിക്കുന്നത്. വഴിമുട്ടിയാലും ഇപ്പോൾ അറിയാമല്ലോ, പുതിയ നേതൃത്വം, KPCCയുടെ പുതിയ നേതൃത്വം വന്നതിന് ശേഷം അവർ നിരന്തരം ആ ഒരു പ്രഖ്യാപനം പോലെ, ഒരു അജണ്ട പോലെ മാറിയിരിക്കുകയാണ്. എങ്ങനെയും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ തങ്ങളുടെ പാളയത്തെ എത്തിച്ച് മധ്യ കേരളത്തിൽ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് അവർ നടത്തി വരുന്നത്. പക്ഷേ ഇത് പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ തിരിച്ചറിയുകയും ഒരു മുന്നേറ്റം, അവർ UDF അങ്ങനെ ശ്രമം നടത്തുമ്പോൾ അത് തടയിടാനുള്ള ഒരു മുന്നേറ്റം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായി തന്നെ അറിയാം, കേരള കോൺഗ്രസ് ഇല്ലാതെ വീണ്ടും 2026 അധികാരത്തിൽ വരാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസക്കുറവ് അവർക്കുണ്ട്. മുൻകാലങ്ങളിൽ എല്ലാ കാലത്തും ഒരു 10, 15, 20 വർഷമായി പരിശോധിച്ചു വന്നാൽ, 20 വർഷത്തിലധികം പരിശോധിച്ചു വന്നാൽ നമുക്കറിയാം, കേരള കോൺഗ്രസിന്റെ കൃത്യമായ പിന്തുണ ഇല്ലാതെ, ശരിക്കും പറഞ്ഞാൽ 1980 മുതൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം UDF ഈ CPI വിട്ടുപോയി പിന്നെ ഉണ്ടായിരുന്ന ബാക്കി അവശേഷിച്ചിരുന്ന UDF പാർട്ടികൾ, അതിൽ കേരള കോൺഗ്രസിനും മുസ്ലിം ലീഗിനും വലിയ പ്രാധാന്യം ആ മുന്നണിയിലുണ്ട്. കേരള കോൺഗ്രസ് തന്നെ പല തട്ടുകളായിട്ട്, അതായത് കേരള കോൺഗ്രസ് M ഉണ്ട്, കേരള കോൺഗ്രസ് B ഉണ്ട്, കേരള കോൺഗ്രസ് ജേക്കബ് ഉണ്ട്, ഇങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിട്ട് പോലും ആ കേരള കോൺഗ്രസുകളുടെ പ്രസക്തി UDFന് വളരെ വലുതായിരുന്നു. UDFിൽ അവരുടെ പ്രസക്തി വളരെ വലുതായിരുന്നു. അങ്ങനെ അതിനുശേഷം നമുക്ക് കേരള കോൺഗ്രസ് ഇല്ലാത്തൊരു UDF നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. 2021 അതാണ് കണ്ടത്. കേരള കോൺഗ്രസ് ഇല്ലാത്ത UDFന് ഭരണം നഷ്ടമായി. പ്രത്യേകിച്ച് ക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്ന മണ്ഡലങ്ങളിൽ വലിയ തിരിച്ചടിയാണ് 2021 തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നേരിടേണ്ടി വന്നത്. മറിച്ച് LDFിനെ സംബന്ധിച്ചിടത്തോളം പല മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് പത്തനംതിട്ടയിലെ ഒരു മണ്ഡലം പോലും പിടിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു മുന്നേറ്റത്തിന് കാരണം ഈ കേരള കോൺഗ്രസിന്റെ വരവാണ്. കോട്ടയത്ത് പല മണ്ഡലങ്ങളും ഇപ്പോൾ UDFിന് അനുകൂലമായിരുന്ന പല മണ്ഡലങ്ങളും LDFിന്റെ കയ്യിലാണ്. ഇടുക്കിയിൽ അങ്ങനെയാണ്. ആ സാഹചര്യം എന്തായാലും ഉണ്ടായത് ഈ മാറ്റത്തിലൂടെയാണ്. കാരണം മുൻ തെരഞ്ഞെടുപ്പുകളിൽ വളരെ കഷ്ടിച്ച് ജയിച്ചതാണ്
മണിയാശാൻ ഉൾപ്പെടെ മണിയാശാന്റെ എല്ലാം ഭൂരിപക്ഷം ഇപ്പോൾ 20,000-ന് പുറത്താണ്. അത് എങ്ങനെയാണ് സംഭവിച്ചത്? അത് കേരള കോൺഗ്രസിന്റെ പത്തനംതിട്ട മണ്ഡലം പരിശോധിച്ചാൽ, പത്തനംതിട്ട ജില്ലയിലെ പല മണ്ഡലങ്ങളും പരിശോധിച്ചാൽ ഇത് കൃത്യമായി അടക്കമുള്ള മണ്ഡലങ്ങൾ കോന്നി അവർക്ക് പിടിച്ചെടുക്കാൻ പോലും സാധിച്ചു UDF-ന്റെ കയ്യിൽ നിന്ന്. അത് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴുള്ള KPCCയുടെ പുതിയ പ്രസിഡന്റും അതോടൊപ്പം തന്നെ കൺവീനറുമായ അടൂർ പ്രകാശ് കൃത്യമായി തന്നെ എല്ലാ മാധ്യമങ്ങളോട് കാണുമ്പോൾ എല്ലാ തവണയും അദ്ദേഹം പ്രതികരിക്കുകയാണ്. ഞങ്ങൾ UDF-ൽ പുതിയ കക്ഷികളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. UDF-ൽ ഒരു വലിയ പൊളിച്ചെഴുത്ത്, ഒരു ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നണി പ്രവേശനം, ഇതൊക്കെ അവരുടെ ഒരു അജണ്ടയാണ്. അല്ല, ആ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് കേരള കോൺഗ്രസ് ആണ്. കാരണം കേരള കോൺഗ്രസ് എന്തെല്ലാം പറഞ്ഞാലും അവർക്ക് ഒരു 10 സീറ്റ് 15 സീറ്റോളം സ്വാധീനമുണ്ട്. ഒന്നെങ്കിൽ അവർക്ക് വിജയിപ്പിക്കാൻ, അതോടൊപ്പം തന്നെ സ്വന്തമായി നേടാൻ ആ ഒരു 15-20 സീറ്റോളം. ഒരു 10 സീറ്റ് കേരള കോൺഗ്രസിന് ഒറ്റയ്ക്ക് വിജയിക്കാൻ പറ്റും, അത് തീർച്ചയാണ്. ഇപ്പൊ ജോസഫ്, അതുപോലെ തന്നെ നമ്മൾ കേരള കോൺഗ്രസ് വിവിധ പാർട്ടികളായിട്ടൊന്ന് നിലനിൽക്കുന്നു. കേരള കോൺഗ്രസ് M ഉണ്ട്, കേരള കോൺഗ്രസ് ജോസഫ് ഉണ്ട്, കേരള കോൺഗ്രസ് ജേക്കബ് ഉണ്ട്, ഇങ്ങനെയുള്ള പല കക്ഷികളായിട്ട് തിരിഞ്ഞു. ഏറ്റവും അവസാനം നമ്മുടെ കാപ്പന്റെ അല്ലേ? അതെ, കാപ്പന്റെ ഒരു ഇവരെല്ലാവരും ഒരുമിച്ച് നിന്നാൽ അതൊരു 15 സീറ്റ് വരെ അവർക്ക് കേരള നിയമസഭയിലേക്ക് വിജയിച്ചു വരാൻ കഴിയും എന്നുള്ളത് തീർച്ചയാണ്. കോൺഗ്രസും അത് തന്നെയാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ നേടിയില്ലെങ്കിൽ ഇനി നേടാൻ കഴിയില്ല എന്നൊരു ചിന്ത കോൺഗ്രസിനുണ്ട്. 2026 തിരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും അധികാരത്തിലേക്ക് എത്തണമെന്ന കൃത്യമായ ഒരു അജണ്ടയോടുകൂടി തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത്. അവർക്ക് സ്വന്തം നിലയിൽ ഒരിക്കലും കോൺഗ്രസിന് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. നമുക്ക് CPM-നെ പരിശോധിച്ചാൽ അറിയാം, അവർക്ക് ഇപ്പോൾ തന്നെ 60-ലധികം സീറ്റ് ഒറ്റയ്ക്ക് തന്നെ ഉണ്ട്. ആ രീതിയിലേക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാനുള്ള അടിത്തറ കേരളത്തിൽ കോൺഗ്രസിന് നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളായി. പ്രത്യേകിച്ച് കരുണാകരന്റെ കാലത്തിൽ അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനുള്ള അടിത്തറ ഉണ്ടെങ്കിൽ പിന്നീട് നാം കാണുന്നത് കേരളത്തിൽ BJP-യുടെ വലിയ രീതിയിലുള്ള വളർച്ച ഉണ്ടാകുമ്പോൾ ഓരോ മണ്ഡലങ്ങളും പരിശോധിച്ചാൽ അറിയാം, തളരുന്ന പാർട്ടി അവിടെ കോൺഗ്രസ് ആണ്. ഉദാഹരണം തിരുവനന്തപുരം മണ്ഡലം തന്നെ പരിശോധിച്ച് നോക്കും. ഒരു കാലത്തെല്ലാം ഈ കോൺഗ്രസ് CPM മാത്രം നിരന്തരം പോരടിച്ചിരുന്ന ഒരു മണ്ണ് ഇന്ന് BJP-യും അവിടുത്തെ ഒരു രണ്ടാമത്തെ കക്ഷിയായി വളർന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഒന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ കക്ഷിയായി വളരാൻ തിരുവനന്തപുരത്തെ വിവിധ മേഖലയിൽ ആ പാർട്ടി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വളർന്നപ്പോൾ തിരിച്ചടി ഉണ്ടായത് കോൺഗ്രസിനാണ്. കോൺഗ്രസ് അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിന്റെയും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസുകളുടെയും മറ്റ് ഇപ്പോൾ അവിടെ നിന്നെല്ലാം മാറി ഇപ്പോൾ മുസ്ലിം ലീഗ് മാത്രമല്ല SDP അവരെ പരസ്യമായി പിന്തുണയ്ക്കുകയാണ്. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ അവർ പരസ്യമായി തേടുകയാണ്. മുൻകാലങ്ങളിലെല്ലാം അവർ എതിർപ്പ് പറയും. കാരണം ഇപ്പോഴുള്ള പ്രതിപക്ഷ നേതാവിന്റെ പേര് VD സതീശനാണ്. അദ്ദേഹം പലതവണ വ്യക്തമാക്കിയിട്ടുള്ള സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങാൻ എന്നെ കിട്ടില്ലെന്ന് പറഞ്ഞ നേതാവാണ്. ഈ SDP-യുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ എല്ലാം പിന്തുണ കോൺഗ്രസ് നേടുമ്പോൾ മൗനം പാലിക്കുന്നത്. അദ്ദേഹത്തിന് തന്നെ അറിയാം, അദ്ദേഹത്തിന് ഒരു മുഖ്യമന്ത്രി മോഹമുണ്ടല്ലോ, അത് നടപ്പിലാക്കണമെങ്കിൽ ഈ തത്വവും പറഞ്ഞുകൊണ്ട് നിന്നാൽ ഈ കരുണാകരന്റെ കാലമല്ല, കാലം മാറിയിട്ടുണ്ട്, വലിയ രീതിയിൽ പ്രതിസന്ധിയുണ്ട്, സംഘടനാ സംവിധാനം തകർന്നിട്ടുണ്ട്. അത് ശശി തരൂർ ഉൾപ്പെടെയുള്ള K മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പലതവണ ആവർത്തിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തിന് പോകുമ്പോൾ ബൂത്ത് കമ്മിറ്റിയും ഇല്ല, ജില്ലാ കമ്മിറ്റിയും ഇല്ല, ബ്ലോക്ക് കമ്മിറ്റിയും ഇല്ല, പോസ്റ്റർ ഒട്ടിക്കാനും ആളില്ല എന്ന രീതിയിലുള്ള വലിയ പ്രതിസന്ധിയാണ് പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ ഉന്നയിച്ചിട്ടുള്ളത് ഈ മുരളീധരനാണ്. മുരളീധരൻ നിയമത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മത്സരിക്കാൻ പോയപ്പോൾ അവിടെ പ്രവർത്തകരില്ല, പോസ്റ്റർ ഒട്ടിക്കാൻ ആളില്ല, കമ്മിറ്റികളില്ല. അതേ ആരോപണം തന്നെ അദ്ദേഹം തൃശ്ശൂരിലും പറയുകയാണ്. അതെല്ലാം വാസ്തവമാണ്. ഒരു തരംഗത്തിൽ ജയിച്ചു പോവുകയാണ് അല്ലെ? അതെ, എല്ലാ സ്ഥലത്തും ഒന്നും കോൺഗ്രസിന് പഴയ ശക്തിയോ വീര്യമോ ഇല്ല, അതൊരു വാസ്തവം. പോസ്റ്റർ ഒട്ടിക്കാൻ ആളില്ലാത്തൊരു പാർട്ടിയായി ഈ പാർട്ടി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കേരള കോൺഗ്രസ് എല്ലാ പാർട്ടികളെയും ഒന്നിപ്പിച്ച് വിജയം കൊയ്യുക. അല്ലാതെ അവരുടെ കേഡറുകളെ കൂടി ഉപയോഗിക്കുക. അതായത് നമുക്ക് ശക്തി കുറഞ്ഞ മണ്ഡലങ്ങളിൽ മറ്റു പാർട്ടികളുടെ കേഡറുകളെ ഉപയോഗിക്കുക, നമുക്ക് ശക്തിയുള്ള സ്ഥലത്ത് നമ്മൾ നേരിട്ടിറങ്ങുക. ഇതാണ് കോൺഗ്രസിന്റെ തന്ത്രം. അതുകൊണ്ട് തന്നെയാണ് ഒറ്റയ്ക്ക് വിജയിക്കാൻ കോൺഗ്രസിന് കഴിയില്ല. കേരള കോൺഗ്രസുകൾ ഒന്നിക്കുകയാണെങ്കിൽ, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ കൃത്യമായി പ്രവർത്തിക്കുകയാണെങ്കിൽ 2026 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.